ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പം നമുക്ക് മഴതോരും മുംബൈയിലെ അലീനയുടെയും മനുഷ്യങ്കൻ്റെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. അങ്ങനെ നമ്മുടെ ബാലേന്ദ്രൻ വൈജയന്തിയെ കാണാനായിട്ട് ഹോസ്പിറ്റലിൽ വരുന്നുണ്ട്. രോഹിത് ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ടോയെന്ന് ബാലേന്ദ്രൻ അറിയണം. അങ്ങനെ വൈജയന്തിക്ക് ബൈസ്റ്റാൻഡായിട്ട് നിൽക്കുന്നത് ബാലേന്ദ്രൻ്റെ ഇളയ സഹോദരി സുലോചനയാണ്. അങ്ങനെ സുലോചനയായിട്ട് ബാലേന്ദ്രൻ സംസാരിക്കുന്നുണ്ട്. ചേച്ചി ഒരു കാരണവശാലും കടപ്പാട്ടൂർ വീട്ടിലോട്ട് വരുന്നില്ലെന്നാണ് ബാലേട്ട പറയുന്നതെന്ന് പറയും. ഒരു കാര്യം ചെയ്യ്, രോഹിത്തിനും ബബിതയും കൂടി കൊണ്ട് സംസാരിച്ച് നോക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വീട്ടിലേക്ക് വരുമെന്ന് പറയും. ആര് സംസാരിച്ചാലും എന്തുവാ, അവർ വൈജയായിട്ട് വേറെ മാറി താമസിക്കാനായിട്ട് ആഗ്രഹിച്ചിരിക്കുകയെന്ന് പറയും. ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ ചേച്ചി വേറെ എവിടെ പോയാലും അലീനെ നോക്കുന്ന അത്ര കെയർ കിട്ടത്തില്ല. അവിടെ ആകുമ്പം അവൾ GDM കോഴ്സ് പഠിച്ചിട്ടുകൊണ്ട് അവൾ അത്രയും നല്ല ശ്രദ്ധയോടെ നോക്കുകയും ചെയ്യും. അലീനുള്ള വീട്ടിലോട്ട് അവൾ വരത്തില്ലെന്നല്ലേ പറയുന്നതെന്ന് പറയും. എന്തൊരു വാശിയാണ് ഇത്, രണ്ടുപേരും രണ്ടായിട്ട് താമസിക്കുമെന്നൊക്കെ നാട്ടുകാർ അറിഞ്ഞാൽ നാണക്കേടല്ലേ ബാലേട്ടാന്നൊക്കെ പറയും. ഇതൊക്കെ നമ്മളാണോ സുലോചനയെ പറയേണ്ടത്? അവളുടെ വാശിയില്ല, ആദ്യം അവളുടെ വാശി നടക്കട്ടെ എന്ന് പറയും. അപ്പോഴത്തേക്ക് ഡോക്ടർ വരുന്നുണ്ട്. ബാലേന്ദ്രൻ വൈഫിനെ കൊണ്ടുവന്ന് നോക്കും. കാണാൻ പോകാമെന്ന് പറയും. കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം ആളൊക്കെ ആയിട്ടുണ്ട്. ഇന്ന് തന്നെ നമുക്ക് ഡിസ്ചാർജ് എഴുതാം. വീട്ടിൽ ചെന്നാലും നല്ലോണം കെയർ ചെയ്താൽ മതി. പിന്നെ നിങ്ങൾക്ക് വീട്ടിൽ ഹോം നേഴ്സൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, നല്ലോണം കെയർ ചെയ്താൽ മതി എന്നൊക്കെ പറയും. ബാലേന്ദ്രൻ വൈജയന്തിയെ കാണാനായിട്ട് റൂമിലോട്ട് കയറുന്നുണ്ട്. കയറുമ്പോൾ ചോദിക്കും, വൈജയ് ഇന്ന് നിന്നെ ഡിസ്ചാർജ് ചെയ്യാമെന്ന് ഡോക്ടർ പറഞ്ഞു, പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല, വീട്ടിൽ ചെന്ന് റെസ്റ്റ് ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ്, നീ എങ്ങോട്ടാണ് വരുന്നതെന്ന് ചോദിക്കും. ഞാൻ മുമ്പേ നിങ്ങളോട് പറഞ്ഞതല്ലേ ഞാൻ കടപ്പാട്ടൂർ വീട്ടിലോട്ട് വരുന്നില്ലെന്നുള്ളത്. പിന്നെ നിങ്ങളെന്തിനാണ് എന്നെ നിർബന്ധിക്കുന്നത്? എന്നെ സൂത്രത്തിൽ കൂടി ഇവിടുന്ന് കൊണ്ടുപോകാനായിരിക്കും നിങ്ങളുടെ വിചാരം. നീ എന്താ വൈജയ് പറയുന്നത്? നിൻ്റെ സൂത്രത്തിൽ ഞാനെന്തിനാ കൊണ്ടുപോകുന്നത്? എൻ്റെ ഒരു സാമാന്യം മര്യാദയുടെ ഭാഷയാണ് ഞാൻ നിന്നോട് ചോദിച്ചത്. നിനക്ക് അവിടെ വന്നാൽ നിന്നെ അലീന നല്ലോണം നോക്കും. അവളെ കാണുന്ന പോലെ എനിക്ക് ഇഷ്ടമല്ല, നിങ്ങൾക്കറിയാം. പിന്നെ നിങ്ങൾ എന്തിനാ അവളെന്നെ നോക്കണമെന്ന് പറയുന്നതെന്ന് ചോദിക്കും. ഞാനൊന്നും അറിയാതെ പൊട്ടിയാന്നൊന്നും നിങ്ങൾ കരുതണ്ടെന്ന് പറയും. അങ്ങനെ അലീനയും ബാലേന്ദ്രനെയും ചേർത്തുള്ള സംസാരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്. നീ ഇപ്പോഴും തെറ്റായ രീതിയിലാണ് സംസാരിച്ചു പോകുന്നത്, നിനക്ക് തന്നെ ദോഷം ചെയ്യും വൈജയ് എന്ന് പറയുന്നുണ്ട്. അവസാനം നീ ദുഃഖിക്കേണ്ടി വരുമെന്ന് പറയും. ആരാ ദുഃഖിക്കുന്നത് നമുക്കിനി കണ്ടറിയാമെന്നൊക്കെ ബാലേന്ദ്രനെ പറഞ്ഞ് വൈജ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ വൈജ ഒരു കാരണവശാലും അങ്ങോട്ട് പോകത്തില്ല. പിന്നെ നീ എങ്ങോട്ട് പോകും? കൊല്ലപ്പള്ളിക്കോ? ഞാൻ കൊല്ലപ്പള്ളിക്ക് പോകാൻ ശരിക്കും സ്വന്തമായിട്ടൊരു വീടുണ്ട്, അല്ലെങ്കിൽ എനിക്ക് വേറെ വീടെടുത്ത് താമസിക്കാൻ അറിയാം എന്നൊക്കെ പറയും. അപ്പോൾ വൈജ ഒരു തരത്തിലും കളപ്പാട്ടൂർ ഇവിടെ പോകത്തില്ലെന്ന് പറഞ്ഞാൽ നിൽക്കുകയാണ്. അപ്പം ബാലേന്ദ്രൻ പറയും, ശരി, നിൻ്റെ ഇഷ്ടം കണക്ക്, നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ നിന്നെ ഞാൻ കളപ്പാട്ടൂർ കൊണ്ടുപോകും, നിന്നെ നല്ലോണം കെയർ ചെയ്ത് നോക്കാം. നിനക്ക് താല്പര്യമില്ലെങ്കിൽ നിൻ്റെ ഇഷ്ടം പോലെ ആയിക്കോട്ടെ, ഇനി ഞാനൊന്നും പറയുന്നില്ലെന്ന് പറഞ്ഞ് ബാലേന്ദ്രൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. രോഹിത് കോളേജിലും പോയിട്ടില്ല, ഹോസ്പിറ്റലിൽ കാണാൻ അമ്മയും പോയിട്ടില്ല. രണ്ടിടത്തും പോകാതെ നേരെ ഹരിശങ്കർ പ്ലാൻ ചെയ്താണ് ഒരു റബ്ബർ എസ്റ്റേറ്റിൻ്റെ അടുത്ത് ഒരു വീട്ടിലാണ് ഈ പെൺകുട്ടിയെ കൊണ്ടുവരാമെന്ന് വാക്ക് പറഞ്ഞേക്കുന്നത്. അങ്ങനെ രോഹിത് അവിടെ വരുമ്പം മറ്റൊരു കൂട്ടുകാരൻ അവിടെ കാണും. അങ്ങനെ ബൈക്കൊക്കെ അവരാരും കാണാതെ ഒരു ഭാഗത്തോട്ട് പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ സൂത്രത്തിൽ കൂടി ഹരിശങ്കർ ശരണ്യയായിട്ട് കാറി വരികയാണ്. കാറി വന്നതിന് ശേഷം കാറി വെച്ച് തന്നെ ഈ കുട്ടിക്ക് കുടിക്കാനായിട്ട് വെള്ളം കൊടുക്കുന്നുണ്ട്. കോള കൊടുത്തിട്ട് കുടിക്കാത്തത് കൊണ്ട് വെള്ളത്തിനകത്ത് പൊടി ചേർത്ത് വെച്ചിരിക്കുന്ന സാധനം എടുത്ത് ഈ ശരണ്യ കുടിക്കുന്നുണ്ട്. കുടിച്ചതിന് ശേഷം വീട്ടിലോട്ട് വരും. വീട്ടിലോട്ട് വരുന്ന സമയത്ത് അവിടെ ആരെയും കാണുന്നില്ല. അപ്പോൾ ശരണ്യ ചോദിക്കുന്നുണ്ട്, എന്താ ഹരിയേട്ടാ ഇവിടെ ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അനക്കമൊന്നുമില്ലല്ലോ, ബർത്ത്ഡേ ബോയ് അകത്തുണ്ട്, നീ കയറി കാണാൻ പറയും. അങ്ങനെ ജോമോൻ വരും. ജോമോൻ വന്നിട്ട് ശരണ്യ എടുത്ത് കയറി വാ, ഇതാണ് ബർത്ത്ഡേ ആഘോഷിക്കേണ്ട ആൾ, എൻ്റെ റിലേറ്റീവ്സൊക്കെ ഇപ്പോൾ വരുമെന്ന് പറയും. അങ്ങനെ സൂത്രത്തിൽ കൂടി ഈ കുട്ടി അകത്ത് കൊണ്ടുപോകും. അപ്പോൾ ഇതെല്ലാം രോഹിത് അകത്ത് നിന്ന് റൂമിൽ നിന്ന് കാണുന്നുണ്ട്. അങ്ങനെ ഈ മയക്കം, വെള്ളം കുടിച്ചതിൻ്റെ ഒരു മയക്കം ശരണ്യക്കുണ്ട്. അങ്ങനെ വന്ന് കയറുന്ന പാടെ തന്നെ ശരണ്യ അങ്ങ് നല്ലോണം തല കറങ്ങി അങ്ങ് വീഴാനായിട്ട് പോവുകയാണ്. അപ്പം ഹരിശങ്കർ പറയുന്നുണ്ട്, ഇതാ ബന്ധുക്കളൊക്കെ അതാ വരുന്നുണ്ട്, നീ കണ്ണു തുറന്ന് നോക്കേ. അപ്പോൾ എന്തൊക്കെയോ അവ്യക്തമായി പറയുകയും എന്തൊക്കെയോ ഒരു വല്ലാത്ത രീതിയിൽ മങ്ങൽ മാത്രമേ കുട്ടിക്ക് ഓർമ്മ ആണെന്നുള്ളൂ. പെട്ടെന്ന് ആ ശരണ്യ അങ്ങ് കുഴഞ്ഞ് ഹരിശങ്കറിൻ്റെ ദേഹത്തോട്ടങ്ങ് വീഴുന്നുണ്ട്. പെട്ടെന്ന് ഹരിശങ്കർ താങ്ങിയെടുത്ത് റൂമിലോട്ട് കൊണ്ട് കിടത്തുകയാണ്. അപ്പോൾ അവിടം വരെയാണ് നമ്മുടെ നാളത്തെ കഥ അവസാനിക്കുന്നത്. അപ്പോൾ അതിനുശേഷം ബോധം മറിഞ്ഞു പോകുന്ന ഈ കുട്ടിയെ ഹരിശങ്കർ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിനുശേഷം അവൻ്റെ കൂട്ടുകാരും. അപ്പോൾ അതിൻ്റെ വരും വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ ഇനിയുള്ള ദിവസങ്ങളിൽ കാണാൻ പോകുന്നത്. ഹരിശങ്കർ മനഃപൂർവ്വം രോഹിത്തിനെ ഇതിൽ പെടുത്തുമെന്ന് അറിയാൻ പറ്റത്തില്ല. ഹരിശങ്കർ രോഹിത്തിനെ ഇതിൽ പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ അലീന ഏത് വിധേനയും രക്ഷപ്പെടുത്താൻ ശ്രമിക്കും. കാരണം അലീനയുടെ സ്വന്തം സഹോദരനാണ് രോഹിത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്കിനി വരുന്ന ദിവസങ്ങളിൽ കാണാം. അപ്പം ഇന്നത്തെ കഥ ഇവിടെ അവസാനിക്കുകയാണ്. കഥ ഇഷ്ടമായ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും ഒരു ശുഭരാത്രി നേരുന്നു. നന്ദി.